കരിയിലക്കുളങ്ങര ശ്രീ കൈലാസപുരം ശിവക്ഷേത്രത്തിലെ 12ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി പത്മശ്രീ കൊല്ലകൽ ദേവകിയമ്മ ഭദ്രദീപ പ്രോജ്വലനം നിർവഹിച്ചു. കരിയിലക്കുളങ്ങര ശ്രീ കൈലാസപുരം ശിവക്ഷേത്രത്തിലെ 12ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. 26-ാം തീയതി വരെയാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര, ദീപപ്രോജ്വലനം, ആചാര്യവരണം എന്നിവ നടത്തി. ഭദ്രദീപ പ്രതിഷ്ഠയും നടത്തി. കൈലാസൻ തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പത്മശ്രീ കൊല്ലകൽ ദേവകിയമ്മ ഭദ്രദീപ പ്രോജ്വലനം നിർവഹിച്ചു. ഉണ്ണിയൂട്ട്, തൊട്ടിലാട്ടം, നാരങ്ങാവിളക്ക്, ഗോവിന്ദ പട്ടാഭിഷേകം, രുക്മിണി സ്വയംവരം, കെ സുരേഷ് ബാബുവിന്റെ പ്രഭാഷണം, കുചേല സദ്ഗതി, അമൃത സ്നാന ഘോഷയാത്ര എന്നിവ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. കരിയിലക്കുളങ്ങര ശ്രീ കൈലാസപുരം ശിവക്ഷേത്രത്തിലെ 12ാമത് ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് 2026 മെയ് 20-ാം തീയതി തിരിതെടുത്തിരിക്കുകയാണ്. 2017 അവസാനിച്ചതിന് ശേഷം 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കൈലാസപുരം ശിവക്ഷേത്രത്തിൽ ഒരു ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിക്കുന്നത്. ആ ഇടവേള ഉള്ളതിൻ്റെ ഭാഗമായിട്ട് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് ക്ഷേത്ര ഭരണസമിതി തീരുമാനമെടുക്കുകയും സപ്താഹയജ്ഞം നടത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിൻ്റെ പിന്തുണയും വിശ്വാസപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. സപ്താഹത്തിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ 100 കണക്കിന് ചാക്ക് അരിയാണ് ക്ഷേത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള പിന്തുണകളും ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ബ്രഹ്മശ്രീ പുതിയവിള രഘുനാഥ് പോറ്റിയാണ് ഈ യജ്ഞത്തിൻ്റെ ആചാര്യൻ. ഇന്ന് 2026 മെയ് 21 സപ്താഹത്തിൻ്റെ 2-ാം ദിനം. ഇന്ന് ഡോക്ടർ TS ശ്യാംകുമാറിൻ്റെ പ്രഭാഷണമാണ് യജ്ഞവേദിയിൽ നടക്കുന്നത്. അതേപോലെ 2026 മെയ് 24 ശ്രീ VK സുരേഷ് ബാബു അവരുടെ പ്രഭാഷണം യജ്ഞവേദിയിൽ നടക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ഈ യജ്ഞവേദിയിൽ പ്രഭാഷണ പരമ്പരകൾ അവതരിപ്പിക്കുന്നു. ഒപ്പം തന്നെ എല്ലാ ദിവസവുമുള്ള നാമജപ സങ്കീർത്തനങ്ങൾ, ഇവിടെ ഒരു പ്രത്യേക ആത്മീയ ചൈതന്യം സൃഷ്ടിക്കപ്പെടുന്നു. അതേപോലെ ആത്മീയപരമായിട്ടുള്ള അറിവുകൾ സമ്പാദിക്കുവാനും ഈ സപ്താഹയജ്ഞം സഹായിക്കുന്നു. നിരവധി ഭക്തജനങ്ങളാണ് വൈകുന്നേരങ്ങളിലെ കീർത്തന ആലാപനത്തിലും ഭഗവത് കഥാ ശ്രവണത്തിലും പങ്കെടുക്കുവാനായി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുന്നത്. അതേപോലെ എല്ലാ ദിവസവും നടക്കുന്ന അന്നദാനം, വിഭവസമൃദ്ധമായിട്ടുള്ള അന്നദാനം ക്ഷേത്രത്തിൽ നടക്കുന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ അന്നദാനത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും സവിശേഷമായിട്ടുള്ള ഒരു ഭക്ത സപ്താഹ യജ്ഞമാണ് ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 24-ാം തീയതി 5-ാം ദിവസം രുക്മിണി സ്വയംവരം അതിവിശേഷമായ ഒരു ചടങ്ങായി സപ്താഹത്തിനോടൊപ്പം ഇവിടെ ആചരിക്കുന്നു. 2026 മെയ് 26 അവഭൃത സ്നാന ഘോഷയാത്രയോടുകൂടി സപ്താഹയജ്ഞം സമാപിക്കുമ്പോൾ ഒരുപക്ഷെ ഈ നാട്ടിലെ ഭക്തജനങ്ങൾ തന്നെ ഒരു വലിയ വിഷമത്തിലും ഒക്കെ ആകും. കാരണം ആ രീതിയിൽ ഭക്തിയും ഉത്സവ അന്തരീക്ഷവും ചേർന്നുകൊണ്ടുള്ള ഒരു സപ്താഹയജ്ഞമാണ് കൈലാസപുരത്ത് എല്ലാ കാലത്തും നടക്കുക. ഈ കാലത്തും അങ്ങനെ തന്നെയാണ്. CDNet ന്യൂസ്, കായംകുളം.